ഇന്നലെ നമ്മുടെ ചർച്ചയിൽ പങ്കെടുത്ത അവിടുത്തെ ലീഗിൻ്റെ ജില്ലാ സെക്രട്ടറി പറഞ്ഞിരുന്നു വലിയ പ്രതിഷേധത്തിലേക്ക് പോവുകയാണ് അവിടുത്തെ എന്താണ് ജനത, അവിടുത്തെ ജനം എന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ തുടർച്ചയിലാണെന്ന് തോന്നുന്നു യൂത്ത് ലീഗിൻ്റെ പ്രതിഷേധം ഇപ്പോൾ കാണുകയാണ്. പനയമ്പാടത്ത് പല രീതിയിലുള്ള സുരക്ഷാ മുന്നറിയിപ്പുകൾ നൽകിയതാണെങ്കിലും അവിടെ അപകടങ്ങൾ ആവർത്തനക്കഥയായിട്ടും ഒരു നടപടിയും ആരും സ്വീകരിച്ചില്ല എന്നിന്നലെ അവിടുത്തെ ആളുകൾ ആരോപിക്കുന്നുണ്ടായിരുന്നു. ഏറ്റവും ദാരുണമായ രീതിയിൽ 4 പെൺകുഞ്ഞുങ്ങൾ അപകടത്തിൽ മരിച്ച ആ രാത്രി തന്നെ വലിയ പ്രതിഷേധം അവിടെ, അല്ലെങ്കിൽ ആ ദിവസം തന്നെ വലിയ പ്രതിഷേധം, ആ സായാഹ്നത്തിൽ വലിയ പ്രതിഷേധം അവിടെ ഉണ്ടായതാണ്. അതിൻ്റെ തുടർച്ചയിൽ പിന്നീട് ചർച്ചകളിലൊക്കെ ആ പ്രതിഷേധം ഇല്ലാതാവുകയായിരുന്നു. ഇന്നലെ കളക്ടറേറ്റിൽ യോഗം ചേരുകയും എന്തോ ഈ പറയുന്ന രീതിയിലുള്ള സ്പീഡ് ബ്രേക്കർ സ്ഥാപിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ തീരുമാനമാവുകയും ചെയ്തിരുന്നു. വിപിൻ സി വിജയൻ വിവരങ്ങൾ ചേർന്നു. വിപിൻ, അത് ആ ദിവസം വലിയ പ്രതിഷേധം നമ്മൾ കണ്ടതാണ്. പിന്നെ കളക്ടറേറ്റിലെ യോഗവും സമാധാനിപ്പിക്കാനുള്ള നീക്കങ്ങളൊക്കെ കണ്ടു. ഇതൊരു പ്രതിഷേധ തുടക്കം എന്ന നിലയ്ക്ക് തന്നെ കാണണ്ടേ വിപിൻ? കടുത്ത പ്രതിഷേധം തന്നെയാണ് ഉപരോധ സമരമാണ് നടക്കുന്നത്. അതിൽ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുന്നു. എന്നാൽ അതിനുശേഷമുള്ള കുറച്ച് പ്രവർത്തകർ ഇവിടെ ഉണ്ടായിരുന്നു. ആ പ്രവർത്തകരാണ് ഇപ്പോൾ വീണ്ടും മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പോലീസിന് നേരെ ഒരു പ്രതിഷേധം അറിയിക്കുന്നത്. ഇന്നിപ്പോൾ ഏകദേശം ഒരു 11:00 കൂടിയാണ് ഈ ഒരു സമരം ആരംഭിച്ചത്. ദേശീയപാത ഉപരോധിച്ചുകൊണ്ടുള്ള സമരത്തിലേക്ക് യൂത്ത് ലീഗ് മാറിയത്. കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് നിരാഹാര സത്യാഗ്രഹം ഇതിനോടകം തന്നെ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പനയമ്പാടത്തുള്ള റോഡിന്റെ അപാകതകൾ പരിഹരിക്കുക, അത് ശാശ്വതമായി പരിഹരിക്കുക. ഇന്നലെ യോഗത്തിന് ശേഷവും അതിലൊരു വേണ്ട പോലുള്ള ഒരു വ്യക്തത വന്നിട്ടില്ല. അല്ലെങ്കിൽ ഏത് രീതിയിലായിരിക്കും അതിന്റെ ഒരു ഘടന മാറ്റുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ വ്യക്തത വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിലൊരു അഴിമതി ആരോപണം കൂടി ഇതിനെ സംബന്ധിച്ച് ഇവർ ഉയർത്തുകയാണ്. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഉണ്ടായത്. ഇപ്പോൾ പോലീസുമായി വലിയ വാക്കുതർക്കത്തിലേക്ക് പോകുന്നു. ഇത് പനയമ്പാടത്ത് ഈ അപകടം നടന്നതിന്റെ തൊട്ട് മുൻപിലാണ് ഇപ്പോൾ ഈ പ്രതിഷേധ സമരം നടക്കുന്നത്. പാലക്കാട് കോഴിക്കോട് ദേശീയ പാതയാണിത്. ഈ പാതയിലാണ് ഇപ്പോൾ ഈ സമരം നടക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 30ഓളം പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തത് നീക്കിക്കഴിഞ്ഞു. ആ സമയത്ത് ഉണ്ടായിരുന്ന മറ്റ് പ്രവർത്തകർ, അറസ്റ്റ് ചെയ്ത് നീക്കാത്ത മറ്റ് പ്രവർത്തകരാണ് ഇപ്പോൾ പോലീസിന് നേരെ പ്രതിഷേധം അറിയിക്കുകയും അതൊരു വാക്ക് തർക്കത്തിലേക്ക് പോവുകയും ചെയ്യുന്നത്. ഇപ്പോൾ നേതാക്കളെത്തി സമാധാനിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. നേതാക്കളെത്തുകയും അവരെ സമാധാനിപ്പിക്കുകയും ചെയ്യുകയാണ്. ഇതൊരു സൂചനാ സമരം മാത്രമാണ്. എത്രയും വേഗം ഈ റോഡിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള നടപടികൾ എടുക്കണം. അത് വാക്കാൽ മാത്രം പോരാ എന്നുള്ള ഒരു ആവശ്യം തന്നെയാണ് ഇപ്പോൾ യൂത്ത് ലീഗും അതുപോലെ തന്നെ കോൺഗ്രസിന്റെയും ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത്. ഒപ്പം ഇന്നലെ നടന്ന ഇതിലടക്കം ഒരു കൃത്യമായിട്ടുള്ള വിവരങ്ങളൊന്നും തന്നെ യൂത്ത് ലീഗാണ് സമരം നടന്നത്. സ്വാഭാവികമായും അതിൽ രാഷ്ട്രീയം ഉറപ്പായും ഉണ്ട്. രാഷ്ട്രീയത്തിനപ്പുറം നമ്മൾ ആ അപകട ദിവസമൊക്കെ കണ്ടത് നാട്ടുകാരുടെ വലിയ പ്രതിഷേധം നമ്മൾ കണ്ടു. അതിന് ശരിയായ കാരണം അവർക്കുണ്ട്. അവർ ഈ അപകടങ്ങൾ ഓരോന്നുണ്ടാകുമ്പോഴും അധികാരികൾക്ക് മുന്നിൽ പോകും, അവർ ഇപ്പോൾ ശരിയാക്കി തരാമെന്ന് പറയും, ഒന്നും നടക്കുന്നില്ല. പിന്നെയും അവിടെ എന്താണ് കുരുതിക്കളം, ചോരൊഴുകുന്ന ദയനീയ കാഴ്ച നമ്മൾ ആവർത്തിച്ച് ഈ പനയമ്പാടം വളവിൽ തന്നെ കാണുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ നാട്ടുകാരുടെ സമരത്തിന് അവർ പറയുന്നതിന് കാരണങ്ങളുണ്ട് വിപിൻ, രാഷ്ട്രീയത്തിനപ്പുറം. സ്ഥലം സന്ദർശിക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥർ രാവിലെ വരുമെന്ന് പറഞ്ഞു. മന്ത്രിയുടെ വരവിന് മാനിച്ച് ഇന്ന് വൈകുന്നേരത്തിലേക്ക് മാറ്റിയെന്നാണ് അറിയുന്നത്. ഇങ്ങനെയുള്ള പ്രഹസനമായ എല്ലാം പ്രഹസനമാണെന്ന് ആരോപിക്കുകയാണ് പനയമ്പാടത്തുകാർ. പനയമ്പാടത്തെ യൂത്ത് ലീഗിന്റെ പ്രതിഷേധമാണ് ഇപ്പോൾ കാണുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഉറപ്പായും അതിൽ രാഷ്ട്രീയം ഉണ്ടാവണം. യൂത്ത് ലീഗാണല്ലോ, പ്രതിപക്ഷ സംഘടനയാണ്, യുവജന സംഘടനയാണ്. 7, 4, 11 വിലപ്പെട്ട ജീവനുകളാണ് പൊലിഞ്ഞിട്ടുള്ളത്. ഈ 4 പിഞ്ചു മക്കളുടെ ജീവൻ ഉൾപ്പെടെ 11 പേരുടെ ജീവന് നഷ്ടമായിട്ടുണ്ട്. ഇനി മേലിൽ അത്തരത്തിലുള്ള ഒരു പ്രശ്നത്തിലേക്ക് പോകാതെ, അത്തരം ജീവനുകൾക്ക് ഹാനി വരാതെ സൂക്ഷിക്കണമെങ്കിൽ ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം ആവശ്യപ്പെടുകയാണ്. അതിന് പോലീസ് വന്ന് കാവൽ നിൽക്കാമെന്നുള്ളതാണ് കളക്ടറേറ്റിൽ തന്നെ യോഗത്തിന്റെ തീരുമാനം. പക്ഷേ പോലീസിന്റെ കാവൽ എത്രത്തോളം പ്രാക്ടിക്കലാകുമെന്ന് ചോദിക്കുകയാണ് നാട്ടുകാർ. രാവിലെ മുതൽ വൈകിട്ട് വരെ, അല്ലെങ്കിൽ വൈകിട്ട് മുതൽ പിന്നെയും രാവിലെ വരെ പോലീസുകാർ അവിടെ നിന്ന് ഒരുപാട് വാഹനങ്ങൾ പോകുന്ന ഒരു ദേശീയപാതയിൽ വാഹന നിയന്ത്രണം നടത്തുക എന്നൊന്നും ദീർഘനാളത്തേക്ക് സാധ്യമാകുന്ന ഒന്നല്ല. അത് ആദ്യ കുറച്ച് നാളുകളിൽ പ്രതിഷേധം മാറും വരെ ജനത്തിൻ്റെ കണ്ണിൽ പൊടിയിടാം എന്നതിനപ്പുറം ആ പോലീസ് നിയന്ത്രണമൊന്നും ദീർഘനാൾ നീണ്ടു നിൽക്കുന്ന ഒന്നല്ല. ദീർഘകാല ശാശ്വതമായ പരിഹാരം അവിടെ ഉണ്ടാവണമെന്ന് അവരുടെ ആവശ്യത്തിന് കാലാകാലങ്ങളുടെ പഴക്കമുണ്ട്. പക്ഷേ പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാകുന്നില്ല. കോങ്ങാട് MLA നേരത്തെ 2022 സമർപ്പിച്ച സബ്മിഷൻ വിവരങ്ങളൊക്കെ ഇന്നലെ പുറത്തു വന്നതാണ്. ഈ പറയുന്ന അപകടങ്ങൾ എണ്ണി ഈ പനയമ്പാടം വളവിൽ തന്നെ ഉണ്ടായ അപകടങ്ങളെക്കുറിച്ചാണ് കോങ്ങാട് MLA ശ്രീമതി കെ ശാന്തകുമാരി സഭയിൽ സബ്മിഷനായി അവതരിപ്പിക്കുന്നത്. ഈ പറയുന്ന ഓഡിയോ ബൈറ്റൊക്കെ, അല്ലെങ്കിൽ ആ ബൈറ്റുകളൊക്കെ ഈ ദിവസങ്ങളിൽ പുറത്തു വരുന്നത്. അപ്പോൾ ഇവിടെ മാത്രമല്ല, കേന്ദ്രത്തിലടക്കം VK ശ്രീകണ്ഠൻ MP പലയാവർത്തി മന്ത്രിയെ കണ്ട കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇന്നലെ.
അങ്ങനെ പല രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടും ആരും മൈൻഡ് ചെയ്യാത്തൊരു സാഹചര്യം അവിടെയുണ്ട്. അവിടെ അതിൻ്റെ ഫലമായി നിരവധി ചോര ഒഴുകുന്ന ഒരു വല്ലാത്ത കാഴ്ച ആ നാട്ടുകാർക്ക് കാണേണ്ടി വരുന്ന ഗതികേട് അവർക്കുണ്ട്. ആ ഗതികേടിലാണ് ആ സമരത്തിൻ്റെ തുടക്കം. അവിടെ പോലീസുമായി ചെറിയ തോതിൽ ഉന്തും തള്ളും ഉണ്ടാകുന്നുണ്ട്. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള മുമ്പിൽ ഇത് കിടന്നുറങ്ങാന്ന് പറഞ്ഞല്ലോ. ഇത് 2021 ഇവിടെ രാപ്പകൽ സമരം നടത്തിയാണ് ഞങ്ങൾ നിരന്തരമായ സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഈ സമരങ്ങൾ നടത്തുമ്പോൾ ഇവിടെ ഇങ്ങനെ ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ മാത്രം കണ്ണുറന്നാൽ പോരാ. ഇവിടെ വൺ വേ ഉണ്ടാക്കിക്കൊണ്ട് ഇവിടെ ശാശ്വതമായ പരിഹാരമാണ്. റോഡ് അലൈൻമെന്റ് തന്നെ വലിയ അപാകതകളാണ്, റോഡ് പണിയിൽ തന്നെ വലിയ അപാകതകളാണ്. അത് പരിഹരിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതാ ചെയ്യേണ്ടത്. വെറുതെ ഫയൽ കൂട്ടിയിട്ടൊരു കാര്യമില്ലല്ലോ. അല്ലെങ്കിൽ തന്നെ മുഖ്യമന്ത്രി മേശപ്പുറത്ത് എല്ലാ ഫയലും കൂട്ടിക്കിട്ട് കിടക്കുകയാണ്. എന്ത് പരിപാടി നടക്കുന്നത്? എന്ത് പരിപാടിയാണ് നടക്കുന്നത്? മുഖ്യമന്ത്രി ദേശീയപാത നിർമ്മാണത്തിൽ പാലിക്കേണ്ട സാമാന്യ മര്യാദ പോലും പാലിക്കാതെയാണ് ദേശീയപാത അധികൃതർ ഈ നിർമ്മാണം ആരംഭിച്ചത്. ഇവിടെ ഈ പ്രദേശത്ത് യാതൊരു അപകടവും ഉണ്ടായിരുന്നില്ല. ഈ നിർമ്മാണം നടക്കുന്നതിന് മുമ്പ് ദേശീയപാത നിർമ്മിക്കുമ്പോൾ അതിന്റെ സൗകര്യങ്ങൾ ഈ പ്രദേശത്തുകാർക്കുണ്ടാവണം, അതുപോലെ തന്നെ ഇതിലൂടെ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്കുണ്ടാവണം. അതൊന്നും ഉണ്ടായിട്ടില്ല. മാത്രമല്ല ഈ പറയുന്ന ദേശീയപാത അധികൃതർ അന്ന് കൺസൾട്ടൻസി ആയിട്ട് സത്ര എന്നൊരു ഏജൻസിയെ ഏൽപ്പിച്ചു. അവർ ഈ സ്ഥലം സന്ദർശിച്ചിട്ടില്ല എന്ന് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ പ്രസ്താവനയെന്ന് ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഈ പ്രദേശം സന്ദർശിക്കാതെ ഈ വിഷയത്തിന്റെ ഡിസൈൻ ഉണ്ടാക്കിക്കൊണ്ട് സത്ര എന്ന കൺസൾട്ടൻസിയാണ് ഇതിൽ യഥാർത്ഥ പ്രതികൾ. ഇവിടെ വന്ന് സന്ദർശിച്ച് ഇവിടെ ഏത് രീതിയിലുള്ള റോഡാണ് അനുയോജ്യം, അതിനനുസരിച്ചുള്ള ഡിസൈൻ ഇല്ല. മാത്രമല്ല ആവശ്യമായ ഡ്രെയിനേജ് സൗകര്യമില്ല. 46 കിലോമീറ്ററിൽ 92 കിലോമീറ്റർ ഡ്രെയിനേജ് വേണ്ടെടുത്ത് 18 കിലോമീറ്റർ ഡ്രെയിനേജിന്റെ പ്രൊവിഷൻ മാത്രമാണ് ഈ എസ്റ്റിമേറ്റിൽ ഉണ്ടായിട്ടുള്ളത്. 18 കിലോമീറ്റർ കൊണ്ട് ഈ റോഡ് എങ്ങനെ പണിയും? സാധാരണ ഒരു പഞ്ചായത്ത് റോഡിന് പോലും പാലിക്കേണ്ട മര്യാദ പാലിക്കാതെയാണ് ഈ ദേശീയപാത നിർമ്മിച്ചിട്ടുള്ളത്. അശാസ്ത്രീയമാണ്. അതുകൊണ്ട് പുനർനിർമ്മിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ശാശ്വതമായ പരിഹാരമുണ്ടാവൂ എന്നാണ് മുസ്ലിം ലീഗ് ആവശ്യപ്പെടുന്നത്. നിരന്തര സമരങ്ങൾ ഈ സമരം ഒരു സൂചന മാത്രമാണ്.